ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു കിച്ചൺ ടൂർ ആണ് കേട്ടോ. സാധാരണ എല്ലാ വീഡിയോസ് ഇടുമ്പോഴും അതിൻ്റെ താഴെ കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട്, ചേച്ചി കിച്ചൺ ടൂർ കാണിക്കാവോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ കിച്ചൺ ടൂറാണ്, നോക്കിയാലോ. ഇതാണ് എൻ്റെ കിച്ചൺ. നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ഈ കിച്ചണിൽ നിന്നിട്ടാണ് ഞാനായാലും മോളായാലും കുക്ക് ചെയ്യുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അപ്പം മെയിൻ ഒരു ഏരിയ എന്ന് പറയുന്നത് കിച്ചണിൻ്റെ ഇത്രയും ഭാഗമാണ്. ഇത്രയും ഭാഗത്ത് നിന്നിട്ട് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടുന്ന മാതിരിയാണ് ഞാൻ കിച്ചണിൽ അത് ഡിസൈൻ ചെയ്യിപ്പിച്ചപ്പോഴേ അങ്ങനെയാണ് ചെയ്തെടുത്തത് കേട്ടോ. നമ്മളുടെ കിച്ചണൊക്കെ ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നതൊക്കെ ഡി ലൈഫ് എന്ന് പറയുന്ന കമ്പനിയാണ്. എനിക്ക് തോന്നുന്നു ഈ കിച്ചണിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷം ആകാറായി. ഇതേ ഒരു പാറ്റേണിൽ കിച്ചൺ നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നിട്ട് ഒരു 10 വർഷം മുമ്പാണ് നമ്മൾ ഈ ഫ്ലാറ്റ് മേടിച്ചത്. അപ്പോൾ ആ സമയത്ത് ഡിസൈൻ ചെയ്തതാണ് ഇങ്ങനെ. ഇതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഒരു 3 വർഷം മുൻപ് നമ്മൾ ചെറിയതായിട്ട് കബേർഡ്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. മെയിൻ ഒരു ഏരിയ കിച്ചണിൻ്റെ ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കിച്ചണിൻ്റെ ഇതൊരു ഡക്റ്റാണ്. ഡക്റ്റ് പോകുന്ന ഇതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെ ഒരു പുഷ് ഓപ്പൺ ആക്കിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിനകത്താണ് എൻ്റെ ഈ അത്യാവശ്യത്തിനുള്ള ഈ എന്താണ് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുടെ ഇതെല്ലാം വെച്ചിരിക്കുന്നതും ചോപ്പറും കാര്യങ്ങളും ഇതെല്ലാം വെച്ചിരിക്കുന്നത്. മുകളിലുള്ള ആ കബേർഡ് ഇതായതുകൊണ്ട് തന്നെ ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ആക്കണം. അപ്പം അത് കാരണം കൊണ്ട് അധികം സാധനങ്ങൾ മുകളിലൊക്കെ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും അത്. പക്ഷെ നമ്മളത് സർവീസിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ സേഫാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലെല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഇങ്ങനെ കുറച്ച് എന്താണ് പറയുക, ഞാൻ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന കുറേ ബൗളുകളും സാധനങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എൻ്റെ ബോക്സുകൾ, ഞാൻ ഓരോ സാധനങ്ങൾ അരിഞ്ഞും എടുത്തും എല്ലാം വെക്കുന്ന കംപ്ലീറ്റ് ഗ്ലാസിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും ബോക്സുകൾക്ക് 2 റോ കൊടുത്തിട്ട് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഈ ബോക്സുകളെല്ലാം മിക്ക ടൈമിലും ഫ്രിഡ്ജിലായിരിക്കും. അതാണ് മുകളിലെ റോ കാലിയായിട്ട് ഇരിക്കുന്നത്. ഫ്രിഡ്ജ് ഇപ്പം സാധനങ്ങളെല്ലാം വെച്ച് ഫില്ലാണ്. അപ്പം അത് കാരണം കൊണ്ട് അവിടെയുള്ള ബോക്സുകളിലാണ് എല്ലാം കയറ്റി വെക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അതേ ഹൈറ്റിന് തന്നെയാണ് ഇവിടെയും ഇതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോറേജ് പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണ് കൂടുതലും. ഇപ്പം ഞാനിവിടെ ഒരു ബോക്സ് എപ്പോഴും റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. എന്താണ് പറയുക, വല്ല ഹോസ്പിറ്റൽ കേസുകളോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കെറ്റിലും ഫ്ലാസ്ക് അങ്ങനത്തെ സാധനങ്ങളെല്ലാം തപ്പിക്കൊണ്ട് നടക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ട് എപ്പോഴും ഒരു ബോക്സ് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കും. ഇവിടെ പിന്നെ എൻ്റെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള സ്പ്രേ കാര്യങ്ങൾ അങ്ങനത്തെ സാധനങ്ങളും പിന്നെ ഡിഷ് വാഷറിൻ്റെ ടാബ്ലറ്റ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ നമ്മുടെ എന്താണ് പറയുക, കുപ്പികൾ, നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന എക്സ്ട്രാ കുപ്പികളും സാധനങ്ങളും എല്ലാം വെക്കുന്ന ഒരു പ്ലേസാണ്. ഇത് ഇൻബിൽട്ടായിട്ട് നമ്മൾ OTGയും ഓവനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഒരു കബേർഡ് ഉണ്ട്. ഇതിങ്ങനെ എനിക്ക് എൻ്റെ സ്ട്രെയിനറുകളും ഡ്രെയിൻ ചെയ്യാൻ വെക്കുന്ന സാധനങ്ങളും എല്ലാം കൂടി ഉള്ള ഒരു കബേർഡാണിത്. അങ്ങനത്തെ ഐറ്റംസുകൾ മാത്രം വെക്കുന്ന ഒരു ഷെൽഫാണിത്. അവിടുന്ന് പിന്നെ നമ്മൾ ഇങ്ങോട്ട് താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഞാൻ റീസെന്റ് ഈ അടുത്ത് മേടിച്ചതാട്ടോ. സാധാരണ ഞാൻ ഇത് അവിടെയാണ് വെച്ചിരുന്നത്. അപ്പൊ ഞാനിത് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്ത് വെച്ചു. നല്ലൊരു വുഡന്റെ ഒരു ട്രേ ഞാൻ ഈ അടുത്ത് കണ്ടപ്പോൾ ഞാൻ മേടിച്ചതാണ്. ഇത് നല്ലതാണ്. പിന്നെ ഇവിടെ എപ്പോഴും ഏതെങ്കിലും ചെടിയോ കാര്യങ്ങളോ എപ്പോഴും ഞാൻ വെക്കാറുണ്ട്. കാരണം നമ്മളുടെ കിച്ചനെ എപ്പോഴും നമുക്ക് കുറച്ച് എനർജിയൊക്കെ തരുന്നത് കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പം ഫ്ലവേഴ്സും ഒക്കെ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എനർജി ഉണ്ടാവും നമുക്ക് കിച്ചണിൽ വർക്ക് ചെയ്യാനായിട്ട്. അതിൻ്റെ താഴെ ഇങ്ങോട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഡിഷ് വാഷർ ഉണ്ട്. ഇതാണ് സിങ്ക് വരുന്നത്. സിങ്ക് ഞാൻ ഈ കിച്ചൺ ചെയ്ത സമയത്ത് സാധാരണ നമുക്ക് കിട്ടുന്നതിനെ കഴിഞ്ഞും ഒരു ഇങ്ങനെ ലെങ്തിലുള്ള സിങ്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി നമ്മുടെ ഇവിടെ ABC എന്നും പറയുന്ന ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്നാണ് കേട്ടോ അത് മേടിച്ചത്.
നോക്കിയെടുത്തതാണ്. ഒരു ആഷ് കളർ തന്നെയാണ് ഈ സിങ്കിൻ്റെ ഇതെടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ കബേർഡ്സും കാര്യങ്ങളെല്ലാം ഈ ഒരു ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരു ആഷ് കളർ ഷെയ്ഡായിട്ടാണ് ഇതെടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് പിന്നെ ഇതൊരു എത്ര വർഷമായി, ഒരു 3-4 വർഷത്തോളമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന, പാത്രമൊക്കെ കഴുകി വയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡാണ് ഇത്. ഇപ്പോഴും നല്ല വർക്കിംഗ് കണ്ടീഷനിൽ നല്ല അടിപൊളിയായിട്ട് ഓടുന്നുണ്ട്. കാരണം ഇത് പാത്രം വയ്ക്കാനും കപ്പ് വയ്ക്കാനും ഒക്കെ ആയിട്ട് നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് ആമസോണിൽ കിട്ടും കേട്ടോ. ഇതിൻ്റെ ഈ അടുത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സാധനം. ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതൊരു നല്ല ഐറ്റമാണ്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. അതിൻ്റെ സാധനങ്ങളാണ് നമുക്കിതാ ഇവിടെ താഴെ ഒരു സ്പേസിൽ കംപ്ലീറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ കവർ ചെയ്തിടും. കാരണം ഞങ്ങളുടെ വേസ്റ്റ് എല്ലാം ഇടുന്നത് ഇവിടെയാണ്, ഡ്രൈ വേസ്റ്റ് എല്ലാം ഇവിടെയാണ് ഇടുന്നത്. അപ്പം അത് കാരണം കൊണ്ട് അതെപ്പോഴും ഞാൻ കവർ ചെയ്ത് വെക്കും. അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് എൻ്റെ അരി, ഗോതമ്പ് പൊടി, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കാം കേട്ടോ. ഇതെടുക്കാം. അങ്ങനത്തെ സാധനങ്ങളെല്ലാം വെക്കുന്നത്. ഇവിടെ കുറച്ച് വലിയ പ്ലേറ്റും സാധനങ്ങളും ഇതെല്ലാം വെക്കുന്ന മാതിരി ഇങ്ങനെ റാക്ക് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ പാത്രം കഴുകുമ്പോൾ എക്സ്ട്രാ വരുമ്പോൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ ഈ ഭാഗം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഷെൽഫ് ഞാൻ എൻ്റെ മിക്സിക്കും ജാറുകൾക്കും വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നത്. എനിക്ക് ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് കുത്തിയിട്ട് ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ മിക്കപ്പോഴും വർക്ക് ചെയ്യിപ്പിക്കാറ്. ഇതെൻ്റെ മിക്സി ജാറുകൾ, അങ്ങനത്തെ കംപ്ലീറ്റ് ഐറ്റംസ് ഉള്ള സാധനം. ഇതൊക്കെ ഒരു 10 വർഷം പഴക്കമുള്ള മിക്സി കേട്ടോ. അതൊന്നും ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളും ഇല്ല. ഇതിനകത്ത് എൻ്റെ ഈ അരിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. ഇതിനകത്താണ് എൻ്റെ പ്ലേറ്റ് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇതിൻ്റെ അകത്താണ്. ഇതിങ്ങനെ റാക്ക് വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റീലിൻ്റെ നമുക്ക് പാല്, ചായ ഇടുന്ന പാത്രങ്ങളും അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഉള്ളത്. ഇവിടെയാണ് എൻ്റെ തെർമൽ കുക്കർ ഉള്ളതും. പിന്നെ താഴെ കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് സ്റ്റോറേജ് ഉണ്ട്. കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ പുറത്തോട്ട് വരുന്ന മാതിരി പുൾ ഔട്ടുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വെക്കാനായിട്ട് പറ്റില്ല. കാരണം ഇതിൻ്റെ അടിയിൽ കൂടെ ഗ്യാസിൻ്റെ കണക്ഷൻസ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പം അത് കാരണം കൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം നോക്കാനായിട്ട്. ഇതാണ് ഒരു ദിവസം ഞാനൊരു 10, 15, 20 പ്രാവശ്യമെങ്കിലും ഓപ്പൺ ചെയ്യുന്ന ഡ്രോകള്. ഇത് ഫസ്റ്റ് നമ്മളുടെ ഇതുപോലെ തന്നെ കപ്പ്, സ്റ്റീൽ കപ്സ്, ഇതൊക്കെ ഡെയിലി എടുക്കുന്ന കാര്യങ്ങളാണ്. എല്ലാം ഇങ്ങനെ നീറ്റായിട്ട് വെക്കും. ഇതും നമ്മൾ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് കംപ്ലീറ്റ്. ഇതിന്റെ താഴെയാണ് ഈ നോൺ സ്റ്റിക്കിന്റെ പാത്രങ്ങൾ കംപ്ലീറ്റ് വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും ഇങ്ങനെ ഒരു റാക്ക് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് എടുക്കാനും വെക്കാനും ഒക്കെ എളുപ്പം ഇങ്ങനത്തെ റാക്കുകളിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ്. പിന്നെ ഇത് നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നിന്ന് എടുത്തിട്ടായിരിക്കും ഉപ്പും മുളകും എല്ലാം ഇടുന്നത് കണ്ടിട്ടുണ്ടാവുക. ഇതിങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഈ ചെപ്പുകളിൽ. ഈ ചെപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഞാനൊരു 6-7 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഇതുകളാട്ടോ, ഗ്ലാസിൻ്റെ ഇതൊക്കെ. ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിലും ഞാൻ കൊടുക്കാം കേട്ടോ. സെലോവെയറിൻ്റെ ആണ് കേട്ടോ ഈ കംപ്ലീറ്റ് ഇതുകളും. അതിൻ്റെ ചെറുതാണ് അവിടെയും കണ്ടത്. ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. നമുക്കിത് അധികം പെട്ടെന്ന് പോവില്ല. നമുക്ക് സാധാരണ സ്റ്റീലിൻ്റെയൊക്കെ അടപ്പൊക്കെ ഉള്ളതാകുമ്പോൾ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ തുരുമ്പ് പിടിച്ചു പോകും. അത് കാരണം കൊണ്ട് ഞാൻ കുറേ നാൾ നോക്കിയതിന് ശേഷം മേടിച്ചിട്ടുള്ളതാണ് ഇത്. ഇതിപ്പോൾ ഇത് കണ്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പും ഇതുമാണ്. അപ്പം നമുക്കിത് വാഷ് ചെയ്ത് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടപ്പ് മാത്രം ഡിഷ് വാഷറിൽ വെക്കാതിരുന്നാൽ മതി. പിന്നെ താഴെ ഓയിൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് നമ്മളെല്ലാ ഓയിലും സെപ്പറേറ്റ് വെക്കും. ഗീയും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെയാണ് വെക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല, അതിനകത്ത് നിറച്ച സാധനങ്ങളുണ്ട്. അതായത് ഇതാണ് ഫ്രിഡ്ജ്.
ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു പാൻട്രി പോലെയാണ്. ഞാൻ എൻ്റെ മെയിൻ വർക്ക് കാര്യങ്ങളെല്ലാം ആ ഒരു സ്ഥലത്ത് നടക്കും. ഞാൻ സാധാരണ അരിപ്പൊടി സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട്. എനിക്ക് വേണ്ട കംപ്ലീറ്റ് സാധനങ്ങളും അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം സാധനങ്ങൾ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങോട്ട് വരാനായിട്ട് നിൽക്കാറുള്ളൂ. ഇതൊരു പാൻട്രി പോലെയാണ് ഇത്രയും ഒരു ഏരിയ എൻ്റെ. ഇതെപ്പോഴും ഇതെല്ലാം ഞാൻ കുക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ. ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് ഇതൊക്കെ ഈ പാത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസിൽ. എൻ്റെ അടുത്ത് പാത്രങ്ങളുടെ ഒക്കെ എവിടെ നിന്നാണെന്ന് ചോദിച്ചു. ഇത് പല 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 സ്ഥലത്തു നിന്നാണ് കൂടുതലും. പാത്രങ്ങളൊക്കെ കൂടുതലും ഒന്നെങ്കിൽ മേടിക്കുന്ന ഹോം സെന്ററിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ പല പല സ്ഥലങ്ങളുണ്ട്. ഞാൻ ലിങ്ക് കൊടുക്കാം, കിട്ടുവാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ മേടിച്ചിട്ടുള്ളതാണ്. കുറേ സാധനങ്ങളും ഉണ്ട് ഓൺലൈനിൽ മേടിച്ചിട്ടുള്ളത്. പിന്നെ ഈ സൈഡിൽ എന്താണ് നമ്മുടെ ജാറുകൾ ഉണ്ടാവും, എക്സ്ട്രാ ബോക്സുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എക്സ്ട്രാ സ്പൂൺസ് കാര്യങ്ങൾ ഇതെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്റ്റീലിന്റെ കുക്ക്വേഴ്സ് ഉണ്ട് എൻ്റെ കയ്യില്. ഇതിനകത്ത് എൻ്റെ തേങ്ങ ചിരണ്ടുന്ന ഐറ്റംസുകളൊക്കെയാണ്. എക്സ്ട്രാ കുക്കറും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. ഈ ഷെൽഫിന്റെ അകത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു ബോക്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ലേ, അതുപോലെ ഒരു ബോക്സ് ആണ് ഇത്. ഇതിൻ്റെ അകത്ത് ഇപ്പം ഓൾമോസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഡെയിലി ഇതാണ് എൻ്റെ ടവില് സാധനങ്ങളെല്ലാം ആണ്. കിച്ചണിൽ ടവിലൊക്കെ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കണം എനിക്ക്. അപ്പം അത് കാരണം കൊണ്ട് ഇതെല്ലാം എപ്പോഴും ഇങ്ങനെ അടുക്കി നീറ്റാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ബേക്കിംഗ് ട്രേകളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ഇത് ഞാൻ എക്സ്ട്രാ വരുന്ന ഫ്രൂട്ട്സ് ഇവിടെ ഒരു ബാസ്ക്കറ്റിനകത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയും ഉണ്ട്. ഇത് എൻ്റെ പപ്പടം ഇട്ട് വയ്ക്കുന്ന ബോക്സും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ പിന്നെ ഞാൻ ഇങ്ങനെ എക്സ്ട്രാ ഈ ജാറുകൾ കഴുകി വെച്ചിട്ടുണ്ടാവും എൻ്റെ കയ്യിൽ. അപ്പം അവിടെ ഒരെണ്ണം തീർന്നു കഴിയുമ്പോൾ പുതിയത് എടുത്തിട്ട് ഞാൻ റീഫിൽ ചെയ്യും. എന്നിട്ട് പഴയത് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി തുടച്ച് ഇവിടെ വെക്കും. ഇതൊക്കെ ഞാൻ ഈസ്റ്ററിന് കാണിച്ചതാണ് നിങ്ങളെ. ഈസ്റ്ററിന് ഞാൻ പുതിയതായിട്ട് മേടിച്ചത്. ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാവും എൻ്റെ കയ്യിൽ. പിന്നെ എല്ലാ ഷെൽഫിൻ്റെ അകത്തും ഞാൻ ഗ്യാപ്പ് ഇടും, സ്പേസ് ഇടും. കാരണം നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ മേടിക്കുമ്പം അത് സ്റ്റോർ ചെയ്യാനൊക്കെ സ്പേസ് വേണമല്ലോ. അത് കാരണം കൊണ്ട് ഇതിനകത്തും ഇതുപോലെ തന്നെ എൻ്റെ കുക്ക് ചെയ്യുന്ന കുറേ പാനുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതിനകത്ത് എൻ്റെ ട്രേകളാണ്. കംപ്ലീറ്റ് കട്ടിംഗ് ബോർഡ് ഉണ്ട്, ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഇങ്ങനത്തെ കുറേ ട്രേകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഇതാണ് മെയിനായിട്ട് നമ്മൾ ഐറ്റംസുകൾ വെക്കുന്നത്. ഇതും വലിയൊരു ബിരിയാണി പോട്ട് ഉണ്ട്. ഈ ഒരു റാക്ക് ഫുള്ള് ഞാൻ മിക്കപ്പോഴും കാലിയാക്കി ഇടും. ഇതിനകത്ത് അധികം ഐറ്റംസ് ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സാധനങ്ങൾ വരുന്നതനുസരിച്ച് ചെപ്പുകളിലാക്കിയിട്ട് ഞാൻ വെക്കുകയാണ് ചെയ്യാറ്. ഇതിങ്ങനെ നമ്മൾ ഈ അരിപ്പൊടിയും സാധനങ്ങളും ഇതെല്ലാം ഇങ്ങനെ വെക്കുന്ന ഒരു റാക്ക്. ഇത് സ്നാക്സിൻ്റെ ഒരു റാക്ക്. പിന്നെ ഞാൻ ഓയിലൊക്കെ അവിടെ തീരുമ്പോൾ ഇവിടെ നിന്നാണ് റീഫിൽ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ എല്ലാം ഉണ്ടാവും, തേന അത് ഇത് മറ്റേത് മറിച്ചത്, നമ്മൾ സോസുകൾ കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വെക്കുക. പിന്നെ ഇത് ഉണ്ടാവും. ഇതിപ്പോൾ എക്സ്ട്രാ വരുന്ന പാക്കറ്റുകൾ കാര്യങ്ങളെല്ലാം ഇതുപോലെ ഒരു ബാസ്ക്കറ്റിൻ്റെ അകത്താക്കിയിട്ട് ഇവിടെ വെക്കും. ഇതാണ് എൻ്റെ കിച്ചണിൻ്റെ മെയിൻ ഒരു സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയായിരിക്കും കൂടുതലും ഈ പറഞ്ഞതുപോലെ ഇതുണ്ടോ ഗ്ലാസ്, കപ്സ് അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ വരുന്നത് കൂടുതലും ഇവിടെയാണ്. പിന്നെ ഇതിൻ്റെ അകത്തുണ്ട് കപ്പ് സാധനങ്ങൾ. ഇതെല്ലാം നമ്മൾ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാട്ടോ. ഞാൻ അവിടുത്തെ കപ്സ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മാറ്റി ഇങ്ങോട്ട് വയ്ക്കും. അങ്ങനെ എല്ലാം മാറ്റി മാറ്റി യൂസ് ചെയ്യും. ഇതിനകത്തും ഇങ്ങനെ കുറച്ച് ഐറ്റംസുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, താഴോട്ട് വന്നു കഴിഞ്ഞാൽ, ഇത് എൻ്റെ ഒരു പഴയ ഓവനാണ്. ഞാൻ അവിടെ ഇൻബിൽട്ടായിട്ട് ഓവൻ ചെയ്യുന്നതിന് മുൻപ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഓവനാണ്. അപ്പം അത് ഞാൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. ഇവിടെ നിന്ന് ഇത് എയർ ഫ്രയർ.
ഇത് ചിലപ്പോൾ ഞാൻ അവിടെ വെക്കും. അവിടെ ഞാൻ പറഞ്ഞില്ലേ റീസെൻ്റ്ലി അത് ഞാൻ പുതിയത് എടുത്താണ്, അതുകൊണ്ട് ഞാൻ അതെടുത്തിങ്ങ് മാറ്റി വെച്ചതാണ്. പിന്നെ ഇത് ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് എപ്പോഴും ഞാൻ അകത്തും കുറച്ച് വെക്കാറുണ്ട്, ഫ്രിഡ്ജിൻ്റെ അകത്തും വെക്കാറുണ്ട്. ഫ്രൂട്ട്സ് എപ്പോഴും പെട്ടെന്ന് എടുത്ത് തീർക്കേണ്ട ഫ്രൂട്ട്സുകളാണ് പുറത്ത് വെക്കാറുള്ളത് കേട്ടോ. പിന്നെ വെള്ളം എപ്പോഴും ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ടാവും ബോട്ടിൽസിൽ. ഇവിടെ എല്ലാവരും വെള്ളം നന്നായി കുടിക്കുന്ന ആൾക്കാരാണ്. പിന്നെ അവിടെ കുറച്ച് ഒരു സ്പൂണിൻ്റെ 2 സ്റ്റാൻഡ്, അങ്ങനത്തെ കെറ്റില്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഇതിന്റെ താഴെ നമുക്ക് വലിയ 4 ഷെൽഫ് വരുന്നുണ്ട്. അതില് ഈ ഒരു ഷെൽഫിനെ തന്നെ ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഈ റീസെൻ്റ്ലി ഒരു 3 വർഷം മുമ്പ് ഞാൻ ചെയ്യിപ്പിച്ചെടുത്തതാണ്. ഇത് ഫുൾ ലെങ്ത്തിലെ ഒരു ഷെൽഫായിരുന്നു. അതിനെ ഞാനിങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യിപ്പിച്ച് എടുക്കുക ചെയ്ത്. ഇതിൽ നമ്മളിത് ഇങ്ങനെ നമ്മുടെ ക്രോക്കറി സാധനങ്ങളെല്ലാം നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഡിന്നർ സെറ്റുകളും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ താഴോട്ട് ഈ ഷെൽഫിന്റെ അകത്ത് നമുക്ക് ഇതാ ഇങ്ങനെ ബ്രെഡ് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുന്ന ഇതുപോലത്തെ ഒരെണ്ണം, അതിന്റെ ഗ്രില്ല് ചെയ്യേണ്ട സാധനങ്ങളാട്ടോ അതെല്ലാം. പിന്നെ ഇത് വെയിങ് മെഷീനും ഉണ്ട്. അവിടുന്ന് പിന്നെ നമ്മൾ ഈ ഭാഗത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തും ഞാൻ ഇതുപോലെ തന്നെ ഇതിനെ 2ആക്കി ഡിവൈഡ് ചെയ്ത് എടുപ്പിച്ചു കേട്ടോ. ഇതിപ്പം കൂടുതലും ഈ പറഞ്ഞ മാതിരി എൻ്റെ സെർവിങ് ട്രേകളും കാര്യങ്ങളും ഒക്കെ വെക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ എൻ്റെ എന്താ പറയുക ബേക്കിങ്ങിൻ്റെ റാപ്പ് കാര്യങ്ങളും ഇതൊക്കെ വെക്കുന്ന ഇതുപോലെ ഇതൊക്കെ വെക്കുന്ന ഒരു ഏരിയ. ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഓപ്പൺ ആക്കിയാൽ എൻ്റെ കട്ട്ലറിയുടെ ഒരു സെക്ഷനാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ സെർവിങ് ട്രേസ് ഉണ്ട്, ചെറിയ ചെറിയ സെർവിങ് ട്രേസും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. ഇതിവിടെ ഇങ്ങനെ മാർബിളിൻ്റെ ഷേപ്പിലുള്ള കോസ്റ്റേഴ്സും കാര്യങ്ങളും പല സെറ്റായിട്ട് തന്നെയുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ഇതിങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഇതെൻ്റെ മോളുടെ ഒരു സെക്ഷനാണ്. കംപ്ലീറ്റ് ബേക്കിങ്ങിൻ്റെ സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത്. ബേക്കിംഗ് ട്രേകളും കേക്കിൻ്റെ ഉണ്ടാക്കേണ്ട ഐറ്റംസുകളും സാധനങ്ങളും എല്ലാം ആയിട്ടുള്ള ഒരു ഇതാണ് എൻ്റെ കിച്ചണിൻ്റെ ഒരു ചെറിയ രൂപം. പിന്നെ ഹുഡ് ആൻഡ് ഹോബ് ഉണ്ട്. പിന്നെ എന്താ പറയണ്ടേ, ഇത്രയൊക്കെയാണ് എൻ്റെ കിച്ചൺ എന്ന് പറഞ്ഞാൽ. വലിയ പുതുമയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. എല്ലാവരുടെയും കിച്ചണിലുള്ള പോലത്തെ സാധനങ്ങളൊക്കെ തന്നെയാണ് ഈ കിച്ചണിലും ഉള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ എല്ലാം ചെയ്ത് തന്നിരുന്നത് ഡി ലൈഫാണ്. അപ്പം നമ്മുടെ കിച്ചൺ നമ്മൾ നല്ല നീറ്റും ക്ലീനും ആയിട്ട് സൂക്ഷിക്കാനായിട്ട് എപ്പോഴും വൃത്തിയാക്കി വെച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇതുപോലെ വൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ടവൽസോ മാറ്റോ അങ്ങനെ എന്തെങ്കിലും താഴെ ഇട്ടിട്ട് അധികം സ്ക്രാച്ച് ഒന്നും വരാണ്ട് അങ്ങനെ യൂസ് ചെയ്യുക. പിന്നെ എപ്പോഴും ക്ലീൻ ആക്കി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കിച്ചൺ എപ്പോഴും നല്ല പുതിയതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.